ഇന്ന് രാത്രിയിലും ആ മെസ്സേജിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാനാണ് ഞാൻ ക്രിസ്തുവിൽ ഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളും ഈ സ്റ്റേജിൽ ഇരുന്നാൽ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. അടുത്തൊരു തലത്തിലേക്ക് പോകാനുള്ള കൊതിയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി പണിയുന്ന രാത്രിയാണ്. ഒത്തിരി തരങ്ങളിലുള്ള വിടുതലുകൾ അയക്കപ്പെടുന്ന രാത്രിയാണ്. പ്രതീക്ഷയോടെ നമുക്ക് കടന്നു പോകാം. 2 വാക്യങ്ങൾ വേഗത്തിൽ ദൈവമക്കൾ വായിച്ചിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യം, യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഈ 2 ഭാഗങ്ങൾ വേഗത്തിൽ വായിച്ചിട്ട് ലൂക്കോസ് 4-ന്റെ 18-19 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. യെശയ്യാവ് 61-ന്റെ 1-ാമത്തെ വാക്യം. സ്വതം 12 ഭാഗങ്ങളുടെ ചേർത്ത് വായിച്ചതിന്റെ വേഗത്തിൽ നമ്മുടെ മെസ്സേജ് ആ ഭാഗത്ത് തൊടുന്നത് കൊണ്ട് വായിക്കൂ. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിനും നല്ല വചനത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ പ്രാർത്ഥിക്കൂ. പരിശുദ്ധ പിതാവേ, ഈ വചനത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നു. ഇന്ന് രാത്രി കർത്താവ് ജനത്തോട് സംസാരിക്കണം. വചനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണം. പിശാച് മുറിച്ച ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ആശ്വാസം പ്രാപിക്കണം. ശരീരങ്ങളുടെ വിടുതലുകൾ ഇന്ന് രാത്രി നടക്കണം. കുടുംബങ്ങളുടെ തലമുറകളുടെ ആശ്വാസം വിടുതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണം. ഈ സഭയ്ക്കൊരു ഉദ്ധാരണം ഉണ്ടാകണം. ജനത്തെ ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് പരിശുദ്ധമായി കൊണ്ടുപോകണം. എല്ലാവിധത്തിലും ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ആത്മീക ശുശ്രൂഷയ്ക്ക് വിരോധമായിട്ട് ഈ അന്തരീക്ഷത്തുമേൽ, ഈ ദേശത്തുമേൽ വ്യാപരിച്ചു നിൽക്കുന്ന സകല ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങളെയും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്തിരിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ മാറ്റുകയാണ്. ജനത്തിന്റെ ഇടയിലേക്ക് ആത്മാവ് ഇറങ്ങട്ടെ. വിടുതലിന്റെ കൈമാറ്റം ഇന്ന് രാത്രി അകത്ത് വെളിപ്പെടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശീഹ തമ്പുരാന്റെ നസ്രയത്തിലെ പള്ളിയിലെ പ്രസംഗമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം മുതൽ 9-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യം വരെയും യേശുവിന്റെ ഗലീലിയൻ മിനിസ്ട്രിയാണ് ലൂക്കോസ് രേഖപ്പെടുത്തുവാനായിട്ടിടയായി. യെരൂശലേമിലെ 3 സംസ്ഥാനങ്ങളായിട്ട് വേദപുസ്തക ഭാഷയിൽ ആ കാലഘട്ടത്തിലെ ചരിത്രം അനുസരിച്ച് 3 സംസ്ഥാനങ്ങളായിട്ട് തിരിക്കാം യേശുവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ. പ്രധാനമായിട്ടും ഗലീലയും ശമരിയും യഹൂദയും. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിന്റെ ഗലീലയുടെ മിനിസ്ട്രിയാണ്, ഗലീലിയൻ മിനിസ്ട്രിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗലീലിയൻ മിനിസ്ട്രിയുടെ, ഗലീലയുടെ ശുശ്രൂഷയുടെ ഒരു മുഖമുര തന്നെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ജനം യേശുവിനെ, ഗലീലക്കാർ യേശുവിനെ അംഗീകരിച്ചതിന്റെ ഒരു
ഭാഗ്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. അതിലെടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു വന്നു. അടുത്ത ഭാഗം പറയുന്നത് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളെല്ലാം പരക്കുവാനായിട്ടിടയായി. അവന്റെ കൂടെ പള്ളികളിൽ ശുശ്രൂഷിച്ചു. എല്ലാവരും അവനെ പ്രശംസിക്കുവാനായിട്ടിടയായി. ചില പറയുന്നു ഇത് നമ്മുടെ ശാസ്ത്രിമാരെ പോലെയുള്ള വചനമല്ല. അവന്റെ വചനം എന്ന് പറയുന്നത് അധികാരത്തോടു കൂടിയുള്ള വചനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പള്ളി എന്ന പദം കൊണ്ടിവിടെ അർത്ഥമാക്കുന്നത് സിനഗോഗാണ്. സിനഗോഗാണ്. യേശു സിനഗോഗിൽ കടന്നുപോയി പ്രസംഗിച്ചതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യഹൂദന്റെ നിയമം അനുസരിച്ച് 10 യഹൂദ കുടുംബങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരിക്കണം. ഗലീല എന്ന് പറയുന്നത് അവൻ സ്വന്തം 200-ലധികം പട്ടണങ്ങളുള്ള ഒരു പ്രത്യേക സംസ്ഥാനമാണ് ഈ ഗലീല എന്ന് പറയുന്നത്. അതിൽ ഒന്നിലധികം സ്തോത്രം അവൻ സ്വന്തം 200-ലധികം പട്ടണങ്ങൾ ഉണ്ടെങ്കിൽ ആ പട്ടണത്തിൽ ഒന്നിലധികം സിനഗോഗ് ഉണ്ടായിരുന്നു എന്ന് ജോസഫസ് അഭിപ്രായപ്പെടുവാനായിട്ടിടയായി. യേശുവിന്റെ സിനഗോഗിലെ പ്രാർത്ഥന ദൈവമക്കൾ പഠിക്കുമ്പോൾ സിനഗോഗിലെ പ്രാർത്ഥനയ്ക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആരാധനയും ആശീർവാദങ്ങളുമാണ്. ആരാധനയും പ്രാർത്ഥനയുമാണ്. ഒരു ലേവ്യനും തന്നെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് 5 മറ്റു പ്രിയപ്പെട്ടവരും കാണുവാൻ സാധിക്കും. ഒരു പുരോഹിതനും 5 ലേവ്യരും കാണുവാനായിട്ടിടയാകും. സിനഗോഗിലെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവൻ ന്യായപ്രമാണ വായനയും അവൻ അതിന്റെ വിശദീകരണവുമാണ്. തിരുവചനത്തിന്റെ മർമ്മങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ഭാഗമാണ് ആശീർവാദത്തോട് പ്രാർത്ഥനയോടെ ജനം മടങ്ങിപ്പോകുന്നത്. സിനഗോഗിലെ ആരാധനയിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതകളാണ്. ഞാൻ ഇതെല്ലാം ഓർപ്പിക്കുവാൻ ഇന്ന് അവൻ സമയമെടുക്കുന്നില്ല. ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ അഭിഷേകത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. സ്തോത്രം. രാവിലെ ഞാൻ ഓർപ്പിക്കുവാനായിട്ടിടയായി സർവവിജ്ഞാന കോശത്തിൽ അഭിഷേകം എന്ന പദത്തെ വിശദീകരിച്ചിരിക്കുന്നത് രാവിലെ കടന്നു വന്നവർ അത് കേൾക്കുവാനായിട്ടിടയായി. ഞാൻ ഓർപ്പിക്കാനായിട്ടിടയായി. സർവവിജ്ഞാന കോശത്തിൽ അഭിഷേകത്തെ പറ്റി കൊടുത്തിരിക്കുന്നത് അഭിഷേകത്തിന് അർഹരായവർ ചക്രവർത്തിമാരാണെന്നും സർവാധിപത്യം ലഭിച്ചതിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് ഈ ചടങ്ങ് നിർവഹിക്കപ്പെടുന്നു എന്നും അവൻ എൻസൈക്ലോപീഡിയയിൽ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഭിഷേകം എന്ന പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് സർവാധിപത്യം ലഭിച്ചതിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ചടങ്ങാണ്. എന്ത്? അഭിഷേകം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഇത് ചക്രവർത്തിമാർക്കാണ് കൊടുക്കുന്നത്. സ്തോത്രം. അഭിഷേകം ചക്രവർത്തിമാർക്കുള്ളതാണ്. ഇത് സർവാധിപത്യം ലഭിച്ചതിന്റെ ഒരു പ്രത്യക്ഷമായ ചടങ്ങ്. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിന് പുറകിൽ, 5 വർഷത്തിന് പുറകിൽ, എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ നിങ്ങളുടെ തലമേൽ പകർന്ന ആ അഭിഷേകമുണ്ടല്ലോ. ഒരു കാര്യം ഇന്നും രാത്രിയിൽ നമ്മോട് വിളിച്ചു പറയുക, നമ്മൾ സാധാരണപ്പെട്ടവരല്ല, നാം ചക്രവർത്തിമാരാണ്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം അവിടെ വെളിപ്പെടുത്തുന്നത് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാധിപത്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അവൻ കൃപ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അഭിഷേകമില്ലാത്ത കൈയടിയും അടിച്ച് പാട്ടും പാടി ഇന്ന് രാത്രി പോകുവാനല്ല ആത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് ചില പകർച്ചകൾ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ആത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ ദൈവമക്കൾ അകത്ത് ശരകുടഞ്ഞ് ആത്മാവിൽ ബലപ്പെടുവാൻ തയ്യാറായാൽ ഒരു വിടുതലിന്റെ രാത്രിയായി പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ പോകുന്നു. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. അതിന്റെ 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം 1-ാമത്തെ വാക്യം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ വിഷയം, യഹോവയാകുന്ന കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. യഹോവയാകുന്ന കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. വാസ്തവത്തിൽ ദൈവമക്കൾ ശ്രദ്ധിക്കണം. യോർദാനിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ 30-ാമത്തെ വയസ്സിൽ
യോഹന്നാൻ സ്നാപകനാൽ യേശു ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് ഇറങ്ങുമ്പോൾ വാസ്തവത്തിൽ ദൈവം, പിതാവായ ദൈവം പുത്രനെ ചിലത് ഫലമേൽപ്പിക്കുവാനായി, രാവിലെ ഞാൻ ഓർപ്പിക്കാനായിട്ടിടയായി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയമനമാണെന്ന് അഭിഷേകം. സ്തോത്രം. ആവർത്തിച്ച് ഞാൻ ഓർപ്പിച്ചൊരു ഭാഗമാണ് രാവിലെ. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയമനമാണെന്ന് അഭിഷേകം. അപ്പൊ പുത്രനെ ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ വേണ്ടി യോർദാന്റെ കരയിൽ അഭിഷേകം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൃത്വത്തിൽ രണ്ടാമനായ ദൈവത്തിന്റെ പുത്രൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരികയാണ്. പിതാവായ ദൈവം വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാന് പ്രസാദിച്ചിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് ചേർന്നൊരു സന്ദർഭമാണ് യേശുവിന്റെ സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തൃത്വത്തിൽ രണ്ടാമനാകുന്ന യേശു കർത്താവ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന തങ്കപ്രാവ് ചിറയടിച്ച് താഴേക്ക് ഇറങ്ങിയ പിതാവ് സ്വർഗത്തിൽ വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. വാസ്തവത്തിൽ അടുത്ത 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പിതാവിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക, നിയമിക്കുക. വാസ്തവത്തിൽ ഈ ഒരു ശുശ്രൂഷയാണ് നമ്മിലും ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം എന്നിൽ നടക്കുമ്പോൾ, നിങ്ങളിൽ നടക്കുമ്പോൾ, അടുത്ത ചില ദിവസങ്ങളിലേക്ക് നിന്റെ കുടുംബത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ഭാവിയിൽ നടക്കേണ്ടുന്ന ഒരു നിയമനമാണ് ഇന്ന് രാത്രി ഇവിടെ നടക്കേണ്ടുന്നത്. കൃപ ലഭിച്ച ദൈവമക്കൾ ശക്തമായി ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ തൊടുവാൻ പോകുന്ന പകലാണ്, രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്വന്തം ചെയ്യണം. യഹോവയാകുന്ന ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേലിരിക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെ ആത്മാവിന്റെ ഭയങ്കര സ്വാധീനത നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെ ഒരു ദിവസമില്ല, ഒരു മണിക്കൂറില്ല, ഒരു സമയമില്ല. യേശുവും അഭിഷേകവുമായി, ആത്മാവുമായി ഭയങ്കര ഒരു ബന്ധം. ഇതിനകത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആത്മാവിനെ ഒഴിച്ച് വിശ്വാസിക്ക് ഒരു ദിവസം വേണ്ട. കോളേജിലാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, യാത്രയിലാണെങ്കിലും, വാഹനത്തിലാണെങ്കിലും ആത്മാവിനൊത്ത് നീ ചലിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറായ ഒരു നിയമനത്തിന്റെ അഭിഷേകം എന്നിലും നിന്നിലും ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കി. ആത്മാവുമായിട്ട് ഭയങ്കര ഒരു ബന്ധം. 1-2 വാക്യങ്ങൾ നിങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ച്. യേശു കർത്താവിന്റെ ജനനം തന്നെ ദൈവമക്കൾ ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. ലൂക്കോസ് 1:35 വാക്യം. ദൈവമക്കൾ ശ്രദ്ധിച്ചേ, യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലാ. ദൂതൻ കടന്നു വന്ന ഒരു ദൂത് മറിയോട് പറയുവാനായിട്ടിടയായി. ആ ദൂതിന്റെ മുമ്പിൽ അവർ ശമഞ്ചരിച്ചു നിൽക്കുന്നു. ദൂതനോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ കൊടുത്ത മറുപടി ശ്രദ്ധിച്ചോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, വരും. അടുത്ത വാക്യം, അത്യുന്നതന്റെ ശക്തി. ഞാനൊരു ദൂതോട് ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്തോട് ചേർത്ത് പറയുക. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രിയിലും നീ അകത്ത് വ്യാകുലപ്പെടുന്ന ചില വിഷയത്തിന്റെ മുമ്പിൽ ആത്മാവിന് ഒന്നേ പറയാനുള്ള രാത്രിയിൽ ആത്മാവ്, അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിന്റെ മേലൊന്ന് നിഴലിട്ടാൽ, അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേലൊന്ന് നിഴലിട്ടാൽ, ഇന്ന് രാത്രി നിന്റെ ചോദ്യത്തെ ഇന്ന് രാത്രി ഉത്തരമാക്കി മാറ്റുവാൻ സ്വർഗത്തിന്റെ ദൈവയുടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ തലമുറയുടെ ഭാവി എങ്ങനെയാകും, എന്റെ മിനിസ്ട്രിയുടെ ഭാവി എങ്ങനെയാകും, ആരോട് പറയാതെ അകത്തടങ്ങൾ ചോദിക്കുന്ന ദൈവം ഇതിനെ ഇന്ന് രാത്രി അത്യുന്നതന്റെ ശക്തി നിന്റെ വിഷയത്തിന്മേൽ നിഴലിടുവാൻ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് രാത്രി ചില ദൈവം പ്രവർത്തി അകത്ത് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒന്ന് കുടുംബങ്ങളെ നിഴലിടട്ടെ. രക്തത്തിലെ
ശരീരത്തിന് ഇന്ന് രാത്രിയിൽ അവകാശമാണ് നൽകുന്ന ചില രോഗശക്തികൾ സ്കാനിങ്ങുകൾ കഴിഞ്ഞ് പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ ആരംഭിച്ച ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പലരും ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്ത് നടത്തണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തിക അസ്വസ്ഥതയാലോ എന്തോ നീ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, അത്യുന്നതന്റെ ശക്തി ഒന്ന് നിഴലുവാൻ ഏൽപ്പിച്ചുകൊടുക്കുവാൻ തയ്യാറായാൽ, ഞാൻ കർത്താവിന്റെ ദാസനെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊടുക്കുവാൻ തയ്യാറായാൽ, യേശുവിനെ മരിച്ചവനെ ഇടയുന്നത് ഉയർപ്പിച്ചവൻ ആത്മാവ് ഇന്ന് രാത്രി മൺകൂടാരങ്ങളെ ഒന്ന് വ്യാപരിക്കുന്ന രാത്രിയ യേശുവിന്റെ നാമത്തിൽ ആ വിടുതലകത്തിൽ വ്യാപരിക്കട്ടെ. വേഗത്തിൽ ഞാൻ ഓർത്തിക്കാം, യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ വളർച്ച ദൈവം ശ്രദ്ധിച്ച് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. ലൂക്കോസ് 2-ന്റെ 52-ാമത്തെ വാക്യം. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും യേശുവിന്റെ വളർച്ച പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ സ്നാനം ഞാൻ ഓർപ്പിച്ചു എങ്കിലും ആ വാക്യം ഓർപ്പിക്കാം. എടുത്തെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചു. ലൂക്കോസ് 3-ന്റെ 21-ാമത്തെ വാക്യം. യേശുവിന്റെ സ്നാനം പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ ശുശ്രൂഷ ദൈവമൊക്കെ ശ്രദ്ധിച്ചാട്ട് പുസ്തകപ്രവൃത്തി 10:38 യേശുവിന്റെ ശുശ്രൂഷ. ആമേൻ. നസറേയനാകുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും സ്വതന്ത്രം. യേശുവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ. സ്വതന്ത്രം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം തരുമോ? യേശു കർത്താവിന്റെ കഷ്ടാനുഭവം ദൈവമൊക്കെ ശ്രദ്ധിച്ചാട്ട് കുശീകരണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ന്റെ 13-14 വാക്യങ്ങൾ. എബ്രായർ 9-ന്റെ 13-14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കരായിട്ട് അർപ്പിച്ച യേശുവിന്റെ രക്തം. ഒറ്റ വാക്യം പറഞ്ഞാൽ യേശുവിന്റെ കഷ്ടാനുഭവവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ ചിന്തിച്ച ഒരു വാക്യമുണ്ട്, എബ്രായർ 1:9. നീ കൂട്ടുകാരിൽ ഫലമായി എന്നെ ആനന്ദ തൈലം കൊണ്ട്. ഈ വാക്യം എബ്രായ ലേഖനം യേശുവിന്റെ കാൽവരി മരണവുമായി ബന്ധപ്പെട്ട അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ വാക്യം പറഞ്ഞാൽ ഭാരമേറിയ ക്രൂശ് ചുമപ്പാൻ യേശുവിനെ നിർബന്ധിച്ചത് പടയാളികളുടെ ചാട്ടവാറിന്റെ അടിയോ അവന്റെ രോമം പിടിതെടുത്തതോ അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതോ അവൻ നിന്നവാക്കുകളോ അല്ല. പിന്നെയോ അവൻ ഗെത്സമനിയിൽ നിന്ന് കാൽവറിയിലേക്ക് ആ ക്രൂശ് ചുമക്കുവാൻ പീലാത്തോസിന്റെ കറ്റാറ്റിൽ നിന്ന് ഗോൽഗുത്തായുടെ കുലക്കളത്തിലേക്ക് ആ ഭാരമേറിയ ക്രൂശ് ചുമപ്പാൻ യേശുവിനെ നിർബന്ധിച്ചത് അവന്റെ തലവേൽ പകർന്ന അഭിഷേകമാണ്. സ്തോത്രം ചെയ്യാൻ പറ്റും. ഏറ്റവും ഒടുവിലായി ശ്രദ്ധിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിനാൽ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫേസ്യർ 1-ന്റെ 20-ാമത്തെ വാക്യം. എഫേസ്യർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും, വാക്യം ദൈവം ശ്രദ്ധിച്ചാട്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും. 19-ാമത്തെ വാക്യത്തിന്റെ രക്തചുരുക്കം ഇതാ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി പറഞ്ഞ്
പൗലോസ് അവസാനിപ്പിച്ചിട്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് എവിടെയിരിക്കുന്നു? ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ യോസേഫിന്റെ കല്ലറയിൽ ശീലകളാൽ മൂടപ്പെട്ട് സുഗന്ധവർഗമിട്ട് യോസേഫിന്റെ കല്ലറയിൽ യേശുവിന്റെ അവൻ ശവശരീരം ഇരിക്കുമ്പോൾ അതിന്റെ പുറത്ത് വലിയൊരു കല്ല്, റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര, പട്ടാളം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുക. അവൻ എഫേസ്യർ 1:20 പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഇപ്പൊ ഞാൻ ദൂരെടുത്ത് പറയാ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഇറങ്ങാൻ കല്ലറ ഒരു വിഷയമല്ല. ഇന്ന് രാത്രി ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കല്ലൊരു വിഷയമല്ല. ഇന്ന് രാത്രി ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ ഒരു വിടുതൽ അയക്കാൻ പട്ടാളം ഒരു വിഷയമല്ല. ഇന്ന് രാത്രി സ്വർഗത്തിന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ കല്ലറക്കകത്ത്, കല്ല് വെച്ച വിഷയത്തിനകത്ത്, അവൻ ഊരിപ്പിടിച്ച വാളുമായി ശത്രു നിൽക്കുന്ന വിഷയത്തിനകത്ത് ഇറങ്ങേണ്ടവൻ ഇറങ്ങുമെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ ചില കുരുങ്ങിയ വിഷയത്തിനകത്ത്, പരിശുദ്ധമാവ് ഞാൻ ഇങ്ങനെ പറയട്ടെ, ചില കുരുങ്ങിയ വിഷയത്തിനകത്ത് ഞാൻ അകപ്പെട്ടു പോയല്ലോ, എങ്ങനെ ഞാൻ പുറത്തു വരും, എങ്ങനെ ഈ വിഷയത്തിനകത്തു നിന്ന് ഞാൻ രക്ഷപ്പെടും, ആരോടും പറയാതെ യാത്രയുടെ യാമങ്ങളിൽ ചില കുരുങ്ങിയ വിഷയത്തിനകത്ത് കുരുങ്ങപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് കാണുമ്പോൾ അകത്ത് സ്വപ്നം ചെയ്തോ കല്ലറയ്ക്കകത്തിറങ്ങിയെങ്കിൽ അവൻ ഹല്ലേലൂയ സകല വിഷയത്തിൽ വെച്ച വിഷയത്തിൽ സ്വർഗം ഇറങ്ങിയെങ്കിൽ അവൻ ഊരിപ്പിടിച്ച വാളുമായി പത്താളത്തിന്റെ വിഷയത്തുമേൽ സ്വർഗം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കുരുങ്ങിയ വിഷയത്തുമേൽ ഇറങ്ങിവിടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിയമത്തിന്റെ ശരീരത്തിന്റെ ചില കുരുക്കുകൾ, ചില ഊരാക്കുടുക്കുകൾ, ചിലതിനെ ബന്ധിച്ചെടുക്കി നീ അറിയാത്ത ചില മണ്ഡലങ്ങളെ എങ്ങനെയോ വന്ന് സംഭവിച്ചതുപോലെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അകത്ത് ചുരുക്കിയിരിക്കുന്ന ചില മണ്ഡലത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ചില പുറത്തു വരട്ടെ. ദൈവമായത് ആരാധിക്കുന്ന ദൈവമായത് അന്യഭാഷ പറയുന്ന ദൈവമായത് ഇനി നിനക്കകത്ത് കുരുക്കിയിടാൻ കഴിയത്തില്ല. 2011 വെളിപ്പൊക്കത്തിലെ ശൂന്യതകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുവാൻ തലമുറ സംബന്ധമായി ഭാവി സംബന്ധമായി ശത്രു കുരുക്കിയിട്ട മണ്ഡലങ്ങൾ ഒരു കയത്തിൽ കുരുങ്ങി കിടക്കുന്ന പോലെ രക്ഷപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ ചില മണ്ഡലത്തിൽ കുരുക്കിയിട്ട മണ്ഡലത്തിൽ ചില വ്യക്തിത്വങ്ങളെ അമ്മ പുറത്തു കൊണ്ടുവരിക. യേശുവിന്റെ നാമത്തിൽ ചില പുറത്തു വരട്ടെ. ദൈവസാന്നിധ്യം രാത്രി അനുഭവിച്ചിരിക്കുക. പ്രസംഗം കേട്ട് കടന്നു പോകാതെ ഇന്ന് രാത്രി ചില പ്രാപിക്കുക. ഓഫീസിൽ നിന്നെ കുലുക്കി കളയുവാൻ, രക്ഷപ്പെടാതിരിക്കുവാൻ നിന്നെ കുലുക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലവരെ അതിനകത്ത് നിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരിക. നീ മനസ്സറിയാത്ത വിഷയത്തിന് നിന്നെ ഒരു പ്രതിയാക്കി മാറ്റുക. ശത്രു തന്ത്രം വരയുമ്പോൾ യേശുവിന്റെ നാമത്താൽ ആത്മാവ് ചിലവരെ പൊട്ടിച്ച് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ ഒറ്റ വാക്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആരംഭ സമയം മുതൽ അവസാനം വരെ പരിശുദ്ധ പ്രവചനത്തിലേക്ക് തന്നെ പോകാം. ഒന്നിന്റെ ദൂതുകൾ പരിശുദ്ധമാവിടെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. 61-ന്റെ 1-ാമത്തെ വാക്യം തന്നെ വേഗത്തിൽ നിന്ന് വായിച്ചു. 61-ന്റെ 1-ാമത്തെ വാക്യം, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ
ഇരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചു. ആ യെസ് ആ ദൈവമക്കളെ ഭാഗം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. എളിയവരോട് എന്തിനാ മശിഹായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്? എളിയവരോട് ഒരു ഗുഡ് ന്യൂസ് അറിയിക്കാൻ. ആരെ എളിയവരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? എളിയവരെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഉച്ചത്തിൽ സംസാരിക്കാതെ വളരെ ശാന്തമായി സംസാരിക്കുന്ന, വാച്ച് കെട്ടാത്ത, പൗഡർ ഇടാത്ത, സ്തോത്രം, വളരെ ശാന്തമായിട്ട് പോകുന്ന ആളിനെ കാണുമ്പോൾ നമ്മളെന്താ പറയും? ആ വ്യക്തി ഒരു എളിയവനാണെന്ന് പറയും. വേണമെങ്കിൽ പെന്തക്കോസ്തുകാര് സാക്ഷ്യത്തിന് പറയും, സാധുവായ എളിയവനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്? എളിയവരാരാ? ഈ പറയപ്പെട്ട ഗ്രൂപ്പുകാര്, സ്വന്തം പൗഡർ ഇടാത്ത, വാച്ച് കെട്ടാത്ത, സാക്ഷ്യത്തിൽ എളിയവരെന്ന് പറയുന്നവരാ എളിയവരെന്ന് നാം ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ എളിയവർ എന്ന പദത്തിന് ആഴമായ ഒരു അർത്ഥം പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടുണ്ട്. ഈ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിലരൊക്കെ പിണങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക. എല്ലാവരും ഈ ഭാഗം ചിന്തിക്കാനായിട്ട് നമുക്ക് പോകാം. ഇംഗ്ലീഷ് പദം മീക്ക് എന്ന പദമാണ്. എളിയവർക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം മീക്ക് എന്ന പദമാണ്. ഈ വാക്യത്തിന്റെ വേദശാസ്ത്രപരമായിട്ടുള്ള ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറയാൻ പോകുക. ആവശ്യഭാരത്തിൽ പീഡിപ്പിക്കപ്പെട്ടും തകർന്നിരിക്കുന്നവർ എന്നർത്ഥം. എളിയവർ എന്ന പദത്തിന് വേദശാസ്ത്രം കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആവശ്യഭാരത്തിൽ പീഡിപ്പിക്കപ്പെട്ടും തകർന്നിരിക്കുന്നവർ എന്നൊക്കെ അർത്ഥം. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ക്രൂരമായ മുറിവും ചതവും ഏറ്റിട്ടും പ്രതികരിക്കുവാൻ ശക്തിയില്ലാതെ എല്ലാം സഹിക്കുന്നവർ. ആരാ എളിയവർ? ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രൂരമായ മുറിവും ചതവും ഏറ്റിട്ടും പ്രതികരിക്കുവാൻ ശക്തിയില്ലാതെ എല്ലാം സഹിക്കുന്നവർ. ആമേൻ. നിങ്ങൾ ആരോഗ്യത്തോടെ സ്വന്തം പറയുന്നില്ലല്ലോ. ആരെ വിടുവിക്കുവാനാ ഇന്ന് രാത്രിയിൽ കർത്താവിടെ വന്നിരിക്കുന്നത്? എളിയവരെ വിടുവിക്കാനാണ്. ആരാ എളിയവരെന്ന് പറയുന്നത്? ക്രൂരമായ മുറിവും ചതവും ഏറ്റിട്ടും പ്രതികരിക്കുവാൻ കഴിയാതെ ശബ്ദമായി ആയിരിക്കുന്ന മണ്ഡലത്തിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന ചിലർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം അമ്മകത്ത് പകരുവാൻ ആഗ്രഹിക്കുമ്പോൾ ലഭിച്ച ദൈവമക്കൾ അകത്ത് സ്വന്തം ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ നീ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ, നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ പ്രതികരിക്കുവാൻ കഴിയാതെ പലതിന്റെ മുമ്പിൽ നീ ശാന്തമായി അടങ്ങി പാർക്കുന്നുവെങ്കിൽ അഭിഷേകം ഇന്ന് രാത്രിയിൽ ആ മണ്ഡലത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ശത്രുവരായിരിക്കാം, നിന്നോട് പോരാടുന്നവർ കഴിവുള്ളവരായിരിക്കാം, നിന്നോട് എതിരുന്നവർ രാഷ്ട്രീയ പിടിപാടുള്ളവരായിരിക്കാം, നിന്നോട് എതിരുന്നവർ കായിക ബലമുള്ളവരായിരിക്കാം. അന്യഭാഷ പറയുന്ന നിന്നെ, സ്വോത്രം പറയുന്ന നിന്നെ, ആരാധിക്കുന്ന നിന്നെ ഒതുക്കാൻ അവർക്ക് എളുപ്പമാണ്. ചെന്നായുടെ കയ്യിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ മുറിക്കപ്പെട്ട ദൈവമെതിരെ, തകർക്കപ്പെട്ട ദൈവമെതിരെ പ്രതികരിക്കുവാൻ കഴിയാതെ അടങ്ങി ശാന്തമായി കഴിയുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകത്തിന് പകർച്ച അകത്ത് വ്യാപരിച്ചു തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി ചിലര് യേശുവിന്റെ നാമത്താൽ പുറത്തു വരുന്ന രാത്രി. പോരാ, ഈ അഭിഷേകം പോരാ, ഈ ആരാധന പോരാ. ശത്രു വെച്ച ചില മൃഗങ്ങളെ ആത്മാവിൽ കുലുക്കിപ്പിടുന്ന രാത്രിയായി മാറട്ടെ. ശത്രു വെച്ച ചില മൃഗങ്ങളെ ആത്മാവിൽ ആരാധിച്ച് ജയമെടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ പ്രവചനം കിടക്കുമ്പോൾ യഹൂദർ ഒത്തിരി പ്രാവശ്യം പല സാമ്രാജ്യങ്ങളിലേക്ക്
അടിമകളായി പോകുവാനായിട്ടിടയായി. അതിന്റെ തിക്ത ഫലങ്ങൾ മാറി മാറി അവൻ അനുഭവിച്ചു. പ്രതികരിക്കുവാൻ ശക്തിയില്ലാത്ത ഒരു ന്യൂനപക്ഷമായി, ഒരു ശേഷിപ്പായി യഹൂദൻ തകർക്കപ്പെടുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, മശിഹ കടന്നു വന്നൊരു രാജ്യം സ്ഥാപിക്കും, അന്ന് ഞങ്ങൾ സുരക്ഷിതരാണ്. ഈ വിശ്വാസത്താൽ അവർ നടത്തപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ചില മണ്ഡലങ്ങളിൽ തകർക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ അഭിഷേകത്താൽ, യേശുവിനാൽ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ ഇന്ന് രാത്രി ദൈവം നമ്മെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യണം. Praise the Lord. Praise the Lord. ദൈവമക്കൾ ശ്രദ്ധിക്കണം. പല വിഷയത്തിന് മുമ്പിൽ തകർക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ ആശ്വാസത്തിന്റെ ഒരു തലോടൽ വെളിപ്പെടുമ്പോൾ അവിടെ ക്ഷീണം മാറുവാനായിട്ടിടയാണ്. ഇന്ന് രാത്രി വാസ്തവത്തിൽ മുറിക്കപ്പെട്ട ചിലതിനെ തൊടുന്ന ഒരു അഭിഷേകത്തിന്റെ രാത്രിയായി മാറട്ടെ. രണ്ട് വിധത്തിലുള്ള മുറിവുകൾ ഇന്ന് രാത്രി സൗഖ്യമാകണം. ഒന്ന്, അക്ഷരികമായിട്ട് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, കുടുംബ ബന്ധങ്ങളെ പിശാച് മുറിച്ചുവെങ്കിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യത്താൽ ഒരു വിടുതലകത്ത് നടക്കണം. രണ്ട്, നിന്റെ ഹൃദയത്തെ മുറിച്ച സംഭവങ്ങൾ, ഓർത്ത് കരയേണ്ടുന്ന, ഓർത്ത് ദുഃഖിക്കേണ്ടുന്ന പ്രാർത്ഥന മുറിയിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നെടുവിൽപ്പെട്ടുകൊണ്ട് കണ്ണുചാലുകളായി പ്രാർത്ഥന മാറ്റപ്പെടത്തക്കതിന് അകത്ത് മുറിക്കപ്പെട്ട ചില വിഷയത്തിന്റെ മുറിവടങ്ങാതെ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേർക്കും ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യത്താൽ ഒരു വിടുതൽ നടക്കുന്ന രാത്രിയ. മനം തകർന്നവരെ വിടുവിക്കുന്ന കർത്താവ് അവിടെ മുറിവുകളെ കെട്ടുന്നുവെങ്കിൽ ഇന്ന് രാത്രി പിശാച് ഏത് മണ്ഡലത്തിൽ നിന്നെ മുറിച്ചോ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. ഈ രാത്രിയിലെ വിടുതലിന്റെ ശുശ്രൂഷയിൽ ഒരു അഭിഷേകത്തിന്റെ സ്വാധീനം അകത്ത് വെളിപ്പെടുമ്പോൾ ആ മണ്ഡലത്തിൽ ഒരു വിടുതലകത്ത് വ്യാപരിക്കുക. കാരണം കൂടാതെ ചില മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, ഉപവസിക്കുന്ന ദൈവമല്ലേ അകത്ത് മുറിക്കുമ്പോൾ അവൻ അറിയാം ഇവിടെ കൊണ്ട് ആരാധന തീർന്നെന്ന്, ഇവിടെ കൊണ്ട് കൈയടി തീർന്നെന്ന്, ഇവിടെ കൊണ്ട് ഉപവാസം തീർന്നെന്ന്, ഇവിടെ കൊണ്ട് ആരാധന തീർന്നെന്ന്, അന്യഭാഷ തീർന്നെന്ന് ശത്രു പറഞ്ഞ് മുറിച്ചു നിന്നെ ചില മണ്ഡലത്തിലേക്ക് മാറ്റിയിടുവാൻ തന്ത്രങ്ങൾ മറിയുമ്പോൾ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അഭിഷേകത്തിലെ മുറിവുകളെ ഇന്ന് രാത്രി ഉണക്കുന്ന രാത്രിയാ. ബന്ധങ്ങളെ തമ്മിൽ മുറിച്ചു മാറ്റി തിക്തവേദനകൾ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ചില മണ്ഡലത്തിലേക്ക് അഭിഷേകം അടങ്ങട്ടെ. അകത്ത് സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രിയിലൂടെ സ്തോത്രം ചെയ്യുമ്പോൾ പിശാച് മുറിച്ച ചില മണ്ഡലത്തിൽ അഭിഷേകത്തിന്റെ ഒരു സ്പർശനം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ നീ സ്തോത്രം ചെയ്യുമ്പോൾ ചില ദേശങ്ങളിൽ ആ വിടുതൽ വ്യാപിച്ചു തുടങ്ങിയ. ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുക. ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില തലമുറകളിൽ ദൈവത്തിന്റെ സ്പർശനം വ്യാപരിക്കുക. ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില ഓഫീസുകളിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില കടലുകൾ കടന്നുള്ള വിടുതലുകൾ അകത്ത് നടക്കുക. പിശാച് മുറിക്കട്ടെ, പണിയുന്നൊരു ദൈവ പിശാച് ഉടക്കട്ടെ. ഇന്ന് രാത്രി കേടുകളെ നികത്തുന്നൊരു ദൈവ യേശുവിന്റെ നാമത്താൽ ഭാഗത്ത് 2-3 ദൂതെന്ന് പറഞ്ഞിട്ട് ആരാധിക്കാൻ നമുക്ക് സമയം വേർതിരിക്കാം. വിഷയപ്രദം നിങ്ങളുടെ അടുത്തോ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയല്ലേ എളിയവരെന്ന പദത്തിന്റെ ആഴമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുക. ക്രൂരമായ മുറിവും ചതവും ഏറ്റിട്ടും
പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനമാണ് ആ പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന. അടുത്ത വാക്യം, അടുത്ത വാക്യം ദൈവമൊക്കെ ശ്രദ്ധിച്ചാണ്. ഹൃദയം തകർന്നവരെ, അതുകൊണ്ടല്ലേ 147 സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിച്ചു. ഈ സഹോദരൻ